ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൊല്ലം പോലീസ് ക്ലബിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം മീറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ക്രൈം ബ്രാഞ്ച് ഓഫീസർ പറഞ്ഞത്, നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്ന എല്ലാ വാഹനത്തിലും ഒരു ഡ്രൈവറുണ്ട്, കിളിയുണ്ട്. അപ്പം നമ്മുടെ കിളിയായിട്ട് നിൽക്കുന്ന ലേഡി ആണെങ്കിലും ആരാണെങ്കിലും ഒരു രജിസ്റ്റർ ബുക്ക് ഉണ്ടായിരിക്കണം. ഒരു കുട്ടി നമ്മുടെ സ്കൂൾ വണ്ടിയിലോ നമ്മുടെ പ്രൈവറ്റ് വണ്ടികളുണ്ടല്ലോ, സ്കൂളിലെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന പ്രൈവറ്റ് വാഹനങ്ങളായാലും അവര് ഒരു ബുക്ക് വെച്ചിട്ട് ഓരോ കുട്ടിയും ബസ്സിൽ കയറുമ്പോൾ, ബസ്സിലായാലും ഓട്ടോയിലായാലും ഏത് കാറിലായാലും അവർ കൊണ്ടുവരുന്ന ഒരു രജിസ്റ്റർ ബുക്കിൽ കുട്ടികളുടെ പേരെഴുതിയിട്ട് എൻട്രി ചെയ്യണം. ഈ കുട്ടി ഇന്ന് പ്രസന്റ് ആണ് ഈ വണ്ടിയിൽ. അതുപോലെ വൈകിട്ട് ആ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുമ്പോഴും അവർ പ്രസന്റ് ആണെന്നുള്ള ഒരു ടിക്ക് കൊടുക്കണം. ആബ്സെന്റ് ആണെങ്കിൽ ആബ്സെന്റ് ഇൻറ്റു മാർക്ക് ഇടണം. അങ്ങനെ കുട്ടികളെ വളരെ കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകണം എന്നാണ് നമുക്ക് ഇന്ന് പ്രസ് ക്ലബിൽ, നമ്മുടെ പോലീസ് ക്ലബിൽ നടന്ന മീറ്റിങ്ങിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത്. പിന്നെ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്, മാതാപിതാക്കള് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും അവർ ബാഗ് എടുത്ത് വെക്കുമ്പോഴും നമ്മൾ കുട്ടികളുടെ ബാഗുകളൊക്കെ കൃത്യമായിട്ട് അവർ ബുക്കായാലും പെൻസിലായാലും എല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവർ തിരിച്ചു വരുമ്പോഴും അവർ കൊണ്ടുപോയ സാധനങ്ങൾ തന്നെ മാത്രമാണോ ബാഗിലെന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ വേറൊരു ജോലി സ്ഥലത്താണെങ്കിൽ പോലും വീട്ടിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് കുട്ടികൾ പോയി വരുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നീട് അവർ പറഞ്ഞത്, ഇപ്പൊ ഇഷ്ടംപോലെ പകർച്ചവ്യാധികളായ പനികളായാലും അസുഖങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ കുട്ടികൾ മാക്സിമം വെള്ളത്തിൽ കളിക്കാതിരിക്കുക. തറയിൽ വെള്ളം കിടക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ചവിട്ടി കളിക്കുമ്പോൾ ഇഷ്ടംപോലെ മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളമാണ്. അപ്പൊ അതിൽ നിന്ന് ഇഷ്ടംപോലെ രോഗങ്ങൾ പെട്ടെന്ന് നമുക്ക് കുട്ടികളിലേക്ക് രോഗങ്ങൾ പടരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ പലതരം പനികളാണ് കേൾക്കുന്നത്. അപ്പം അരിവാൾ പനി ഇന്നലെ കേൾക്കുന്നുണ്ടായിരുന്നു, ഒരു തരം പനി, അങ്ങനെ പല പല തരത്തിലുള്ള. അപ്പൊ കുട്ടികളുടെ അടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ ചെറിയ ചെറിയ ഒരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കണം. നിങ്ങൾ പോകുമ്പോൾ ഇന്ന പോലെ വെള്ളത്തിൽ, അതേപോലെ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ കൂടെ ഉപയോഗിക്കാനും, ഇപ്പൊ സ്കൂളിൽ പോയാൽ അധ്യാപകരെ ആയാലും വിഷ് ചെയ്യാനും ഒക്കെ നമ്മൾ ഈ മാതാപിതാക്കള് ചിട്ടയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് കുട്ടികൾ കൂടുതലും സ്കൂളുകളിൽ വരുമ്പം ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്കിന്ന് അവിടെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് നമുക്ക് പരിചയമില്ലാത്തവർ നമുക്ക് എന്തെങ്കിലും തരുവാണെങ്കിൽ അത് വാങ്ങാതിരിക്കുക, പിന്നെ അത് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക, പിന്നെ ജങ്ക് ഫുഡുകൾ കഴിക്കാതിരിക്കുക. അപ്പം മാക്സിമം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ കുട്ടികളുടെ അടുത്ത് വെള്ളം കൊണ്ടുപോകാൻ പറയുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ പറയുക. അങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് എങ്ങനെയാണ് കുട്ടികളുടെ അവർ ഫിസിക്കൽ മെന്റലായി ഹെൽത്തായിട്ടിരിക്കാൻ വേണ്ടിയുള്ള കുറേ നല്ല അവയർനെസ് ക്ലാസ്സാണ് ഇന്ന് കൊല്ലം പോലീസ് ക്ലബിൽ വെച്ച് നമുക്ക് മീറ്റിങ്ങിൽ പറഞ്ഞത്. അപ്പം അത് എല്ലാവരും കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഈ നല്ല നല്ല കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. താങ്ക് യു.